വീട്ടിയപ്പോൾ നല്ല പാനീയം അവിടെയുണ്ട്. പറഞ്ഞു, ഇബ്രാഹിം, ഇത് അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ഭക്ഷണമാണ്. ഈ വിശപ്പ് കടക്കാൻ ഈ ഭക്ഷണം കഴിച്ചോ, ഈ വെള്ളം കുടിച്ചോ. രണ്ടും കുടിച്ചു, അതേ ഭക്ഷണം കഴിച്ചു, സന്തോഷമായി. എന്നിട്ടിതാ അദ്ദേഹം പറഞ്ഞു, വേലകാൻ മുടിത്ത് നൽസലാം പിറന്ന നേരമേ എത്തി കണ്ടവർ യമീനിലെ താമുന്നാരമേ നാദരോടപ്പോത് ശൈഖുരത്തെടുത്ത് വന്നൊരി നായന്തൻ ഗുണത്തിനാലി ശൈത്ത് സാദാതീനൊരി. അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് ഹംദും പാടിയിട്ട് അദ്ദേഹത്തിനോട് വേറെയും ചില വിഷയങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ആ ഭക്ഷണം നോക്കുമ്പോൾ കഴിച്ചു എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് അല്പം പോലും വയറ് നിറച്ചിട്ട് കുറവ് കാണുന്നില്ല. കുടിച്ച വെള്ളം അത്ര തന്നെ അളവിലുണ്ട്, അല്പം പോലും കുറഞ്ഞിട്ടില്ല. ഇങ്ങനെ കഴിച്ച ഭക്ഷണം അങ്ങനെ തന്നെ. അങ്ങനെയാണല്ലോ ഹൗസുല്ലാദമൊക്കെ ഉണ്ടാക്കി മറ്റേ അറുത്ത് മുറിച്ച് ഭക്ഷണം കഴിച്ചു. ആ കോഴിയുടെ മുള്ളൊക്കെ അവിടെ എടുത്തു വെച്ചു അല്ലേ. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ, കൂശാതെ കൂകി പറപ്പിച്ച് വിട്ടോവർ ചത്തേ ജഗത്തിനെ ജീവനിടിച്ചോവർ ചാകും കീടാശത്തെ നന്നാക്കി വിട്ടോവർ. ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കുമാറാകട്ടെ. അങ്ങനെ ഭക്ഷണം കുറഞ്ഞിട്ടില്ല, കറാമത്തിന്റെ ഭക്ഷണമാണ്. മാത്രമല്ല അദ്ദേഹത്തിനോട് പറയുകയാണ്, ഇത് സാധാരണ യാത്രയല്ല, ഇത് സാധാരണ യാത്രയല്ല. അതേ, നിങ്ങൾ ശരിക്ക് സൂക്ഷിക്കണം. പോകുന്ന വഴിയിൽ പിശാച് ഒരു പക്ഷേ നിന്നിലേക്ക് വന്നേക്കാം, പിഴപ്പിക്കാൻ വന്നേക്കാം. അതുകൊണ്ട് നീ സൂക്ഷിച്ച് വേണം ജീവിക്കാൻ. കിട്ടുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല, കാരണം ഹറാമായ ഭക്ഷണം ഉണ്ടാകും. മനസ്സറിഞ്ഞ് കൃത്യമാണെന്ന് ഉറപ്പിക്കാതെ ഭക്ഷണം കഴിക്കരുതേ എന്നെല്ലാം പറഞ്ഞു. പക്ഷേ വന്നയാൾ ആരാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹമിനോട് പരിചയപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞു. ഇതാ അനുസ്യൂതം യാത്ര മുന്നോട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ പിശാച് നമ്മെ പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആരാ പിശാച്? ഇന്നഹു ലകും അദുവ്വും മുബീൻ. നിങ്ങളുടെ ജന്മശത്രുവായ കൊടിയ ശത്രുവായ പിശാചിനെ സൂക്ഷിച്ചോ. അതെ, ഇന്ന് വാള് കഴിഞ്ഞുകൊണ്ട് പോകുമ്പോ പിശാച് പറയുന്നു, നീ സംസ്കരിക്കണ്ട, സുഖമായിട്ട് കിടന്നോ. ചിലപ്പോ പറയും സുബഹിക്ക് നേരത്തെ എണിച്ചാ മതി. അവള് കിടന്നുറങ്ങും. ആ സുബഹിന്റെ സമയത്ത് പള്ളി മുനാരങ്ങളിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം ഇത് വിളിച്ചു പറയുമ്പോ അഗാധ നിദ്രയിൽ ആണ്ടുപോയ പെങ്ങളെ, പിശാച് നിന്റെ ചെവിട്ടിൽ ഇതാ മൂത്രമൊഴിക്കുകയാണ്. എന്നിട്ട് പറയും, നീ അലൈക്കി നൗം, ഉറക്കം വ്യാപകമായി ഉണ്ടാകട്ടെ. അല്ലാഹ് കാക്കുമാറാകട്ടെ. ഉത്തീരം ശൈഖനോരുത്താരെ നീയും നിനത്തോ നീ ചിത്തമിലേ, അല്ലാഹ് ഒരുത്തനെ നല്ല ഹുദാവാഴി കൊള്ളെ തിരിക്കലിലേ. കത്തിത്തെളി വോനില് എത്തുമേ ഫിൽ ഖൽബി തൻ കുദ്സൊളിവാൽ ഹക്കോട് ബാത്തിൽ തിരിക്കും എന്ന് പിരിക്കും മൈനും വെളിവാ. സുത്തെ മാമിസ് മുല്ലാത്തെ പാടി തോനി മുത്തെ മുറാദദിലേ, ചൊല്ലി ദുആ ചെയ്താൽ കുല്ലും കബൂലാക്കും നല്ലോരരുൾ തനിലേ. സത്തായ നാമം പഠിത്തെ പീറകെ തിരിത്താറുനൈ ഫുഖറാ, സംഘത്തിൽ ചെണ്ടുങ്കിൽ സംഗീതം മാക്കിക്കോ അംഗം മിസിലുസറാ. അതേ വന്നയാൾ
ഇയാളിതാ ഇസ്മുൽ ആദം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിം പോകുന്ന സമയത്ത് യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക് എന്ന് ഇസ്മുൽ ആദം ചൊല്ലിക്കോ, ഞാൻ ഇജാസത്ത് തരികയാണ്. ഞാൻ ആരുമാകട്ടെ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിനക്കെന്തെങ്കിലും ലക്ഷ്യം വന്നാൽ, പാവപ്പെട്ടവൻ വന്നുകൊണ്ട് നിന്നോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ, അക്കാര്യം അല്ലാഹുവിനോട് നീ ചോദിക്കുന്നതിന് മുമ്പ് യാ അല്ലാഹ് എന്ന ഇസ്മുൽ ആദം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അത് കൃത്യമായി നേടിക്കൊടുക്കാം. അതുകൊണ്ട് എന്റെ കൊച്ചനുജ, എന്റെ സഹോദരിമാരെ, ഇസ്മുൽ ആദം മറക്കല്ലേ, അസ്മാഉൽ ഹുസ്ന മറക്കല്ലേ. സുബ്ഹിന്റെ ശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ സ്വർഗ്ഗമുറപ്പാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മാനവികതയുടെ മനതലങ്ങളിലെ മാറ്റത്തിന്റെ മണിമന്ത്രം മുഴക്കിയ, മാനവ മഹിമയെ മണിമകുടമണിയിച്ച, മരതക കനക കലവറകളാക്കി മാറ്റിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഇന്ന് നിനക്ക് ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ്, നീതി ഏതാണ്, അനീതി ഏതാണ്, സത്യമേതാ, അസത്യമേതാ, ധർമ്മമേതാ, അധർമ്മമേതാ, എല്ലാം ഇതാ അള്ളാഹു വേർപെടുത്തി തന്നിട്ടുണ്ട്. തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാ ഉള്ളത്. പൊയ്ക്കോ, ഞാനിവിടെ നിന്ന് വിട പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മുൽ ആദം മറക്കല്ലേ. കൂടെ വരെ ഉപദേശമുണ്ട്, നീ പാവപ്പെട്ടവരെ മറക്കാൻ പാടില്ല. പാവപ്പെട്ടവരുമായി സേവനം ചെയ്യണം, അവരെ സഹായിക്കണം. അവരെ കണ്ടാൽ ചുമട് ചുമക്കുന്ന പാവപ്പെട്ടവന്റെ ചുമട് നിന്റെ തലയിൽ പേറണം സഹോദര. വന്ന ആഗതന്റെ ഉപദേശമാണ്. മാത്രമല്ല, പട്ടിണി കിടക്കുന്നവന് നിന്റെ തടി മറന്നുകൊണ്ട്, വയറ് മറന്നുകൊണ്ട് ഭക്ഷിപ്പിക്കണമെന്ന് വന്ന ആഗതനിതാ വിളിച്ചു പറയുകയാ. കഴിഞ്ഞില്ല, വീണ്ടും പറയുകയാണ്, ചൊല്ലി മൻ തത്തായ നാമം പഠിത്തേ പിറകെ തിരിത്താരു നൈഫുകറാ സംഗത്തിൽ സംഗില് സംഗീതമാക്കിക്കോ അങ്കും മിഥിലുസറാ. തിട്ടകം അവർകളോടൊട്ടുമേ ദേശീയ പെട്ടിടല്ലാ വിരോധം ചെയ്യുകിൽ പൊയ്യല്ലയ്യോനിൽ അയ്യായേ തുയ്യവനും ഗുരോധം. ഇങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാൽ, ഇങ്ങോട്ടെന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അങ്ങോട്ട് നീ മാപ്പ് ചെയ്തു കൊടുക്കണേ. വിവരമില്ലാത്തവരാ, ഫുഖറാക്കളാ, പട്ടിണി കിടക്കുന്നവരാ, പാവപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടതും അത് തന്നെയാ. ആരിങ്ങോട്ട് എന്ത് ചെയ്താലും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ മാപ്പ് കൊടുത്ത് ചെയ്തു കൊടുക്കുക. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്, സലാസത്തുൻ മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു യൗമൽ ഖിയാമ. 3 സ്വഭാവമുള്ള ആളുകളെ നാളെ ഗ്രീൻ ചാനലിലൂടെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു തആല ചുളിവിലൂടെ അറിയാതെ കടത്തിക്കൊണ്ടു പോകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അദീം. തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുക. അയൽവക്കക്കാരൻ ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് നല്ലത് പറയുക. അയൽവക്കക്കാരനെ കൃത്രിമമായ ഉപദ്രവിക്കാതിരിക്കുക. വഴിയോരത്ത് കൂടെ വിവരമില്ലാത്തവരെ കണ്ടാൽ സ്നേഹിക്കുക. അങ്ങനെ ചെയ്താൽ ശത്രുവായാൽ പോലും സെക്കൻഡുകളെ കൊണ്ട് മിത്രമാക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ ഫുസ്സിലത്ത് സൂറത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ഇവിടെ നിന്ന് വന്ന ആഗതന്റെ ചില ഉപദേശങ്ങളാ ഇബ്രാഹിമിന് അദ്ഹമിനോടുള്ളത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് അവിടുന്ന് തൊട്ട് ഗുണം ചെയ്താൽ കിട്ടും പൊലിവെന്നും മറ്റും പറഞ്ഞിടല. സുത്തരം വീശുന്ന പുന്നാര ശൈഖ് അവിടുന്ന് പിരിഞ്ഞിടലായി. ഉപദേശമെല്ലാം കൊടുത്തുകൊണ്ട് വന്ന ആഗതനിതാ മറന്നു. അങ്ങ് മറഞ്ഞു എന്ന് മാത്രമല്ല, വീണ്ടും ഇബ്രാഹിമിനും അധികം ഇതാ മന്ദം മന്ദം ഇങ്ങനെ നീങ്ങുകയാ. നേരത്തെ പറഞ്ഞതുപോലെ ഫുഖറാക്കൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്, വിഷമങ്ങൾ സഹിക്കുന്നുണ്ട്, അതുപോലെ കിട്ടുന്നതൊക്കെ പാവങ്ങൾക്ക് സദഖ ചെയ്യുന്നുണ്ട്. ആ സദഖ ചെയ്ത വകയിലൊക്കെ ആ സ്വർണം തന്ന ഉമ്മമാരെ അല്ലാ, പണം തന്ന ഉപ്പമാരെ അല്ലാ, നാളെ ഈ സംരംഭത്തിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നവരെ നീ പെടുത്തറേ അല്ലാ.
വിട്ട് വലിയും നടപ്പെട്ടതിൽ പിൻ കനിന്തിട്ടൊരു ശാപവരാ മേലെ പറഞ്ഞവരെ പോലെ തന്നെ ചെല്ലും കോലം തെളിന്തവരാ ണുന്ത് വാലിയുറ്റ് സലാം മടക്കിട്ട് ചോദിച്ച് ീമേ മാജത്ത് എന്തോ മനമാമൊളിയ മഅഹു ഖബറാ മഅഹു ഖബറാ. അവിടെ നിതാ യാത്ര പറഞ്ഞു. ഇതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അതേ രണ്ടാമത് മറ്റൊരാൾ വരുന്നുണ്ട്. അവനും കണ്ടാൽ ഒരു വില്ലനാ, ഒരു മല്ലനാണ്. കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന ഒരു നേതാവാണ്. ചെങ്കതിർ പ്രകാശമാണ്, സൗരഭ്യം അടിച്ച് വീശുന്നുണ്ട്, അത്തറിന്റെ മണമുണ്ട്, പളവള വെട്ടിത്തിളങ്ങുന്ന വസ്ത്രമുണ്ട്, അതേ വെളുവള വെളുത്ത തലപ്പാവുണ്ട്, അതേ വിമാനിന്റെ ഉതിർന്നു വീഴുന്ന താടിയുണ്ട്. അതുപോലെ പുഞ്ചിരിയോടെ സുസ്മേര വദനനായി പുച്ഛം മടക്കിയിട്ട് ആ ഇബ്രാഹിമിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇതാ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാ. ഓ ഉമ്മ പെങ്ങളെ, സഹോദര, ഉപദേശം ഉൾക്കൊള്ളുന്ന ചരിത്രമാക്കണേ. രസത്തിന് കേട്ടിരുന്ന പോരാ, അള്ളാന്റെ വജിഹിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആ വന്നയാള് ചില ചോദ്യങ്ങള് ഇബ്രാഹിമിനോട് ചോദിക്കുകയാണ്. എന്താണെന്നറിയോ? ഖബർ സഫറകത്ത് കാഴ്ച പ്രത്യേക മോത്ത് കണ്ടു വല്ലതുമെന്റെ ചോദ്യത്തിന് വലിയോത്ത് ഒരു ശൈഖാനരെ കനിന്തെന്നെ കോലം എന്നുമേ മാത്ത് അവരാൽ കാനിന്ത് ചേതി ആകെ പറഞ്ഞ പോതിൽ ആദരാറജുൽ താൻ കരഞ്ഞിടവേ തരിത്താടി തന്നെ വലിവാരും കേൺബില്ലാഹി സത്യം ചെയ്തതായോദീ ഏവരും ഹോജാവ് നീരും എന്തനെ മുൻ കണ്ട പേരും ഏവരും ഹോജാവ് നീരും എന്തനെ മുൻ കണ്ട പേരും എന്നെനിക്കറിവിച്ച് താരണം കേട്ട് ശാമ്പോരാം ഉരയവർ എന്നോട് അഹിയാനെ ഇൽസ സാമെ ഞാൻ ഹിലറും എന്നോട് അഹിയാനെ ഇല്ല സാമെ ഞാൻ ഹിലറും വിവരം ചെവിത്തുളത്തിൽ മെത്ത സന്തോഷം എത്തി വേഗമിൽ സദറോട് ചേർത്തിരു ഐനിദാമോത്തി നലവിന് വേണ്ടി തേടുവാൻ വന്നവൻ ആന്നതും നീർത്തി നീതിയാരെ തൊട്ട് ശാബ നിഫും വീടുണ്ട് ഗാബ നേരമിൽ അവിടം വിടുന്ന് നടന്ന് തഗ്രീബ വലിയരെ നൈസബൂർ പതിയിൽ ഒരു ഗുഹ കൊള്ള കാരീബ. മനുഷ്യ, അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടുന്നതാണെന്ന് കണ്ടാലറിയാം. നിങ്ങൾ നടന്നു പോകുന്ന വഴിയില് എന്തെങ്കിലും സംഭവം കണ്ടോ? വല്ല അത്ഭുതപ്പെടുത്തുന്ന വിശേഷങ്ങൾ ഖബർ വല്ലതും ഉണ്ടായിരുന്നോ? ഇബ്രാഹിം പറയുകയാണ്, കുറെ മുമ്പ് നിങ്ങളെപ്പോലെ നല്ല തേജസ്സുള്ള വർണ്ണശലഭമായ വെട്ടിത്തിളങ്ങുന്ന പളവളാമിനുങ്ങുന്ന വെള്ളവസ്ത്രം ഇതാ ധരിച്ചുകൊണ്ടൊരു മനുഷ്യൻ വന്നു. കുറെ ഉപദേശങ്ങൾ നടത്തി, ഇസ്മുല്ലാദം പഠിപ്പിച്ചു, ഭക്ഷണം ഇതാ 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടിയപ്പോ 2 ഭാഗത്ത് ഭക്ഷണവും അതുപോലെ വെള്ളവും കാട്ടിത്തുന്നു, വയറ് നിറച്ച് കുടിക്കാൻ പറഞ്ഞു, ഞാൻ കുടിച്ചു. ഇതെല്ലാം ഇബ്രാഹിമിന് അധികം വളരെ കൃത്യമായി ഇതാ വിശദീകരിക്കുകയാണ്. മാത്രമല്ല വന്നയാള് ചോദിക്കുന്നു, അത് ആരാണെന്നറിയോ? അത് ആരാണെന്നറിയുമോ ഇബ്രാഹിം? ഇബ്രാഹിമിന് അധികം പറയുന്നു, വന്നയാള് എനിക്ക് ആരാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. എന്താണെന്നറിയോ? ഏവരും ഹോജാവനീരം എന്തനെ മുൻ കണ്ട പേരും എന്ന് നീ കറിവിച്ച് താരണം കേട്ടോ ശാപോരാം ഉരയവരെ
അവരെന്നോടെ അഹിയാനയില്ല സാമേ ഞാൻ ഖിളറു. അല്ലാഹനെ തന്നെ സത്യം. നേരത്തെ വന്ന ആള് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ചോദിച്ചതല്ല, കാണാതെ അറിയാൻ കഴിവുള്ളയാളാ. അതുകൊണ്ട് ആദ്യം വന്നയാള് ആരാണെന്നൊന്ന് പറഞ്ഞു തരൂ. അല്ലാഹനെ തന്നെ സത്യമെന്ന് സത്യം ചെയ്തുകൊണ്ടിതാ പറഞ്ഞു, കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തു. മാത്രമല്ല ഇതാ ചില ഇജാസത്തുകളും കൊടുക്കുകയാണ്. ആ സമയത്ത് വന്നയാള് പറയുകയാണ്, ഓ ഇബ്രാഹിം. വന്ന ആൾ ആരാന്നറിയോ? ഞാൻ ആരാണെന്നറിയുമോ? ഞാനാണ് അതേ നബിയുല്ലാഹി ഇല്യാസ്. ഉറക്കെ പറ, നബിയുല്ലാഹി ഇല്യാസ്. നേരത്തെ വന്നയാൾ ആരാന്നറിയോ? അതാണ് എന്റെ സഹോദരൻ നിന്ന് ജീവിച്ചിരിക്കുന്ന നബിയുല്ലാഹി ഖിളർ അലൈഹിസ്സലാം. ഒരു 5 മിനിറ്റ് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ ഉമ്മ പെങ്ങളെ. ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട് ഖിളർ നബിയെ കുറിച്ച്. ഖിളർ നബിക്ക് യാസീൻ ഓതാറുണ്ട്. ഖിളർ നബി അവരെ കുറിച്ച് പറയുമ്പോൾ സദസ്സിലുണ്ട്. അല്ലാ, ഈ വകയിലേക്ക് തന്ന സ്വർണത്തിന്റെ അകലുകാര്, പണത്തിന്റെ അകലുകാര്, അതിന്റെ ബാക്കിൽ ഞങ്ങളെയും ആ ഖിളർ നബിയോട് കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സഹോദരിമാരെ, ആരാ ഖിളർ നബി? ഖിളർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്. കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. അതേ ഖിളർ നബി ഉണങ്ങിയ, വരണ്ട, ഉണങ്ങിക്കിടക്കുന്ന ഇലകളുള്ള, കരിഞ്ഞു കിടക്കുന്ന ഇലകളുള്ള സസ്യങ്ങളുടെ സമീപത്ത് പോയി അങ്ങോട്ട് ഇരുന്നാൽ ആ പ്രദേശമാകെ പച്ചയാവുകയാണ്. ബറക്കത്ത് കൊണ്ട് ഐശ്വര്യമുള്ളതാവുകയാണ്. വെള്ളമില്ലാത്തടത്ത് വെള്ളമുണ്ടാവുകയാണ്. അതുകൊണ്ടാണ് പച്ച എന്ന അർത്ഥത്തിൽ ഖിളർ എന്ന് പേരിടാനുള്ള കാരണം. ഖിളർ നബിയെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ വിശദീകരിക്കുന്നുണ്ട്. പെങ്ങളെ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂറത്തുൽ കഹ്ഫ് മറക്കല്ലേ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പതിവാക്കിയാൽ അതേ കഴിഞ്ഞു പോയ വെള്ളി മുതൽ ഈ വെള്ളി വരെയുള്ള സർവമാന പാപങ്ങളും പൊറുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടത് ഓതണം. ആ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കാൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മകനായിരുന്നു. ആ രാജാവിന്റെ ഭാര്യ രാജ്ഞിയോ ഒരു പേർഷ്യക്കാരിയായിരുന്നു. പേർഷ്യക്കാരിയായ ആ രാജ്ഞി ഗർഭിണിയാവുകയാ. ആരാ ഗർഭാശയത്തിലുള്ളത്? ബഹുമാനപ്പെട്ട വരാൻ പോകുന്ന ഖിളർ അലൈഹിസ്സലാം. ഖിളർ നബിയാണ് ആ പെണ്ണിന്റെ ഗർഭാശയത്തിലുള്ളത്. സാധാരണ നമ്മൾ സഹോദരിമാരൊക്കെ പ്രസവിക്കാൻ മുട്ടിയാല് ഹോസ്പിറ്റലിലേക്കാ പോവാ, അല്ലേ? ഇവിടെ എങ്ങനെയല്ല. ഈ പെണ്ണ് പേർഷ്യക്കാരിയായ ഈ രാജ്ഞിക്ക് പ്രസവിക്കണമെന്ന് തോന്നിയപ്പോ നേരെ ഓടി വലിയ മലഞ്ചെരുവിന്റെ സമീപത്ത് ചെന്ന് അവിടെ കാണുന്ന ഒരു വലിയൊരു പൊത്ത്, ഒരു മാളത്തിലേക്ക് ചെന്നിട്ട് 36 പ്രസവിച്ചു. അത് കണ്ട് നിങ്ങൾ പഠിക്കണ്ട. അത് ആ കാലമാണ്, അങ്ങനെയുള്ള ആളുകളാണ്. അതിന് അല്ലാഹു കഴിവ് കൊടുത്തു. അത്തരം വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതൊക്കെ നമുക്ക് വലിയ പ്രബന്ധമായി സംസാരിക്കാനുള്ളതാണ്. സ്ത്രീകളും അവരുടെ അത്തരം ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. അങ്ങനെ ആ ബഹുമാനപ്പെട്ട സഹോദരി ഖിളർ നബിയാകുന്ന ചോരപ്പൈലിനെ ആ ഗുഹയിൽ പ്രസവിച്ചിട്ടു. അവരുടെ പാട്ടിന് പോയി. ഈ കുട്ടി ആരാ നോക്കുന്നത്? അല്ലാഹു ആ പടച്ചതെങ്കിൽ അല്ലാഹു തആല നോക്കുമായിരിക്കും. അങ്ങനെ കുട്ടി കിടക്കുന്നു. എല്ലാ ദിവസവും ആട് മേക്കാൻ വേണ്ടി ഒരു ആട്ടിടയൻ ആ മലഞ്ചെരുവിൽ വരാറുണ്ട്. ഒരു വലിയ ആട്ടിൻകൂട്ടം, ആട്ടിൻ പറ്റമുണ്ട്. എല്ലാ ദിവസവും ആട്ടിടയൻ ആട് മേച്ച് നടക്കുമ്പോ അതിൽ നിന്ന് ഒരു പെണ്ണാട് ഈ ആട്ടിടയൻ അറിയാതെ ഓടി മലഞ്ചെരുവിന്റെ ഒരു ഭാഗത്ത് പോയി കുറെ സമയം വിശ്രമിച്ചിട്ട് തിരിച്ചു വരൽ പതിവാണ്. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 ദിവസവും കഴിഞ്ഞു. പല ദിവസമായപ്പോ ആട്ടിടയൻ ചിന്തിച്ചു, എന്താണ് ഇതിന്റെ രഹസ്യം? ഈ ഒരു പെണ്ണാട് മാത്രം വിശ്രമിക്കാൻ വേണ്ടി ആ ഗുഹയുടെ സമീപത്തേക്ക് പോകുന്നുണ്ടല്ലോ. ഇത് മനസ്സിലാക്കി ആ ആട്ടിടയൻ ഇതാ പോകുന്ന ആടിന്റെ പിന്നാലെ ഇതാ ഓടുകയാണ്. നല്ല സ്പീഡിൽ ഓടിയിട്ട് നോക്കുമ്പോ കാണാം ആ ആട് പെണ്ണാടിതാ ഒരു ചെറിയ ചോരപ്പൈതലിന്റെ വായിന്റെ നേരേക്ക് അതിന്റെ അകിട് വെച്ചുകൊണ്ട്, അതിന്റെ മുരക്കണ്ണ് വായിലേക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ചെറിയ ചോരപ്പൈതൽ ഇതാ ഇങ്ങനെ ചപ്പി വലിച്ച് പാലിഷ്ടം പോലെ കുടിക്കുക. വയറ് നിറയുമ്പോ ഈ ആട് ഇതാ ആട്ടിൻപറ്റത്തിലേക്ക് ഓടി വരിക.
ഇത് കണ്ട ഈ ആട്ടിടയൻ ദുഃഖത്തോടെ പൊട്ടിക്കരച്ചിലോടെ ആ കുട്ടിയെ എടുത്തു. ആരാണ് ആ കുട്ടി? അതാണ് നമ്മുടെ കഥാപുരുഷൻ. അതേ ഇബ്രാഹിമിന് അദ്ദേഹം കണ്ട ഖിദ്ർ നബി അലൈഹിസ്സലാം. ഉറക്കെ പറയൂ, ഖിദ്ർ നബി അലൈഹിസ്സലാം. ആ ഖിദ്ർ നബിയെ ഇതാ എടുത്തു വളർത്തി. മാത്രമല്ല വളർന്ന് ഫഇദാ ശബ്ബ, നല്ല യുവത്വം പ്രാപിച്ചപ്പോൾ അദ്ദേഹം ഇതാ പോവുകയാണ്. എങ്ങോട്ടാ? കടലിന്റെ സമീപത്തേക്ക് പോവുകയാ. അങ്ങനെ കടൽ കടന്ന് അതിന്റെ ഏകദേശം ഒരു കായൽ പ്രദേശത്തെത്തി. അവിടെ മധ്യഭാഗത്തുള്ള ഒരു ജസീറ, എന്താ പറയാ, ജസീറ എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപ്. ആ ദ്വീപിൽ വിശ്രമിക്കാൻ വേണ്ടി കുറെ കാലം ഇരുന്നു. ബാപ്പക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം മൽഖാൻ എന്ന് പറയുന്ന അതേ ഖിദ്ർ നബിയുടെ ബാപ്പ രാജാവാണ്. രാജാവിനറിയാം എന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട്. ആ മകൻ എവിടെയാണ്? മകനെ അറിയൂല. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ശീസ് നബിയുടെയും കാലഘട്ടത്തിൽ അവർക്ക് ഇറക്കപ്പെട്ട ഏടുകൾ ഒന്ന് പുതുക്കി എഴുതാൻ വേണ്ടി ഖിദ്ർ നബിയുടെ വാപ്പയാകുന്ന മൽഖാൻ എന്ന് പറയുന്ന രാജാവ് എഴുത്തുകാരായ ആളുകളെ ഒക്കെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നല്ല കയ്യക്ഷരത്തിൽ ആ ഇബ്രാഹിം നബിയുടെയും ശീസ് നബിയുടെയും ഏടുകൾ നന്നായി എഴുതിക്കൊണ്ട് വരണമെന്ന് പറയുകയും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏടുകളെല്ലാം എഴുതിക്കൊണ്ട് വരുമ്പോൾ നല്ല ഐശ്വര്യമുള്ള നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു എഴുത്ത് ആര് കാണുകയാണ്? ഈ രാജാവ് കാണുമ്പോ രാജാവ് അവൻ ആരാണെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് പിടിച്ചു. അവനെ കുറിച്ച് കൃത്യമായി വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇത് ആരാണ്? അതേ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആ രാജ്ഞി ഒരു ഗുഹയുടെ സമീപത്ത് പ്രസവിച്ച എന്റെ ബീജത്തിൽ നിന്നും പിറന്ന എന്റെ രക്തത്തിൽ നിന്നും പിറന്ന അതേ കുട്ടിയാകുന്നു. ആരാണ് ആ കുട്ടി? ആ കുട്ടിയുടെ പേരാണ് ബല്യ ബിൻ മൽഖാൻ, മൽഖാന്റെ മകനാകുന്ന ഖിദ്ർ. അതുപോലെ ഇൽഹ എന്ന് പറയുന്ന പെണ്ണിന്റെ പേർഷ്യക്കാരി മകനാകുന്ന ഖിദ്റാകുന്നു. അങ്ങനെ തടഞ്ഞു വെച്ചു. മകനെ അധികാരത്തിലേക്ക് കയറ്റി രാജാവ്. അങ്ങനെ അധികാരത്തിരിക്കാൻ കൂട്ടാക്കിയില്ല, അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ ഓടി വാപ്പാക്ക് കിട്ടിയില്ല. അങ്ങനെ വാപ്പാന്റെ അധികാരം വേണ്ട, രാജ്യം ഭരിക്കണ്ട, അതൊക്കെ വലിയ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ മാത്രം ധ്യാനിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവാ ഖിദ്ർ. അതാ ഇവര് പറയുന്ന എന്നോട് ഇല്ല സാമേ ഞാൻ ഖിദ്റും നീതിയാരെ തൊട്ട് ശാപ നിപ്പുമേ വീടുന്ത് കാബ നേരമില്ല വിടം വിടുന്ത് നടന്ത് തഗ്രീബ വലിയരെ നൈസബുർ പതിയിൽ ഒരു ഗുഹ കൊള്ളെ ഖരീബായ് ആദിഫേരി ബാധകത്ത് അല്ലൽ പാകലും തനിത്ത് ആകെ ലോകരെ തൊട്ട് ഖാലിദായ ആപ്പത്ത് തനിലവറാശി കാലെ പൊറുത്തിടും ദിനം തന്റെ ആദത്ത്. ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അവിടുന്ന് ഇല്യാസ് നബി പോയി. മുമ്പ് വന്നത് ഖിദ്ർ നബിയാണ്. ഈ ഖിദ്ർ നബിയെ കാണാൻ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്രാഹിമിന് അധികമാകുന്ന രാജാവിന് സാധിച്ചത് എല്ലാ വൈകാരിക ചിന്തകളെയും അള്ളാഹുവിനെ തൊട്ട് മറപ്പിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കി കരിമ്പടം പുതച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നെങ്കിൽ വിടില്ല. റബ്ബിനെ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ ലക്ഷ്യം സ്വർഗ്ഗമല്ല, നരകത്തിൽ നിന്നുള്ള മോക്ഷമല്ല, എനിക്ക് അള്ളാനെ കാണലാണ്. ഇതാ മുന്നോട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനെ നടന്ന് കുറെ അങ്ങോട്ടെന്തി അവസാനം നൈസാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ഗുഹ. ആ ഗുഹയുടെ പ്രത്യേകത എന്താണ്? ആൾ താമസമില്ല, ആളുകളുടെ ആ സഹവാസമില്ല, ആളുകളെ തൊട്ടൊക്കെ ഒറ്റപ്പെട്ട് ഒരു സ്ഥലമാണ്. ഔലിയാക്കന്മാർ അങ്ങനെയാണ്, ജനങ്ങളുള്ള സ്ഥലത്തു നിന്നൊക്കെ അവർ മാറല പതിവ്. അങ്ങനെ അവിടെ ചെന്ന് കുറെ കാലം അവിടെ താമസിച്ചു. എന്നും മാത്രമല്ല, എല്ലാ ദിവസവും വൈകുന്നേരം, വ്യാഴാഴ്ച വൈകുന്നേരമാകുമ്പോ കോടാരിയും പിടിച്ചുകൊണ്ട്, പണ്ട് ബാപ്പാടെ ഡ്യൂട്ടിയാ, അങ്ങനെ വിറക് ശേഖരിച്ച് ഫുക്കറാക്കൾക്ക് ഗുണം ചെയ്ത് ആ വിറക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പകുതി കൊണ്ട് നോമ്പ് മുറിക്കുകയും തുറക്കുകയും പകുതി അള്ളാന്റെ മാർഗത്തിൽ ആ ഉമ്മ പെങ്ങന്മാര്, ഈ സഹോദരന്മാര് ഇതേ പരിപാടിക്ക് ആ കുട്ടിക്ക് സദക്ക ചെയ്തതുപോലെ സദക്ക ചെയ്യുന്ന പരിപാടി ആണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു ദിവസം ഇങ്ങനെ ആ പൊത്തിലിങ്ങനെ കഴിയുമ്പോൾ അന്നാളിന് മടങ്ങിപ്പോ തകം ഏത്തി വലിയുള്ള അഹദാനിലെ ഇബാദത്തും തുടർന്നാനേ
அந்த அலையில் 9 வருஷமிம்பிதம் இருந்தானே அதில் பிற அவரை விவரமே சபனஃபர் അറിந்தானே പുന്നാര തരുള് അപ്പോൾ നിനന്ദത്തി വേടത്തിൽ തുറപ്പതും നലവല്ല ക്ഷണം താനെ മക്ക പരിയതു കരപ്പെടലനീക്കത് ഗുണമാനെ എനും അവർ പൊരുതി ഹിരുതിരിൽ കരുതി ധൃതി ഉളരുந்தாനേ നേരം മഹാഖന്ന ഒരു ശൈഖിൻ സ്വഭാവത്തിൽ അടുത്ത് യാ ഇബ്രാഹിം ഉമൈത്താനെ വാഴ്വും അധിക പങ്കിയും പദവി പൊങ്ങിയ തഖ്താനെ അവസുഖമടവ പിടതടി കഠിന നടവടി അതിൽ താനേ നിന്നാൽ ഭക്ഷണം മറ്റും ഉനൈവക്കല്ലിലയല്ലോ തിടുങ്ങാൻ കാര്യം എന്തിത്തരമാനെ ഇന്റെ തികരിപ്പുറമില്ല കടപ്പ കണ്ണു പരമാനെ ഭയപ്പെടുത്തിടുവൻ കൊടി അവനുടയ നൊടി വരുമായേ അതെ ആ ഇബ്രാഹിമിനും അദ്ദേഹം ഇതാ നടന്ന് നൈസാംപൂർ എന്ന് പറയുന്ന ഒരു ആ മാളയുടെ ഒരു പൊത്തിന്റെ അകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ പൊത്തിന്റെ അകത്ത് ഇങ്ങനെ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് 24 മണിക്കൂറും അള്ളാഹുവിൽ മാത്രം ലക്ഷ്യമാക്കി പകൽ സമയത്ത് നോമ്പ്, രാത്രി സമയത്ത് നിന്ന് നിസ്കാരം. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നൈസാംപൂറുള്ള ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ ഇരിപ്പുണ്ട് എന്ന കാര്യം അവിടെയുള്ള സബ് നഫർ മുഴുവൻ ആളുകളും എന്ത് ചെയ്തു മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ആളുകളൊക്കെ അങ്ങോട്ട് അതേ ആർത്തിരമ്പി വരുന്ന കടലിലൂടെ ആ ഒലിച്ചു വരുന്ന ചണ്ടി ചവറുകൾ പോലെ ആളുകൾ അങ്ങോട്ട് ഒലിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാർ ജനങ്ങളുമായിട്ട് കൂടുതൽ സഹവസിക്കൂല. അങ്ങനെ ജനങ്ങൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഈ വലിയ എങ്ങോട്ടാ ലക്ഷ്യമാക്കിയത്? അതേ ഇലാ മക്കത്തിൽ മുകറമ കഅബ ശരീഫിനെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര തുടരുന്നത് എപ്പോഴാണെന്നറിയോ? ഈ പൊത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് 12 കൊല്ലക്കാലം ഇബാദത്ത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, ചില്ലറക്കാരന്റെ കഥയല്ല ഞാനും നിങ്ങളും പറയുന്നത് കേൾക്കുന്നത്, ഒരു വലിയന്റെ കഥയാ. അള്ളാന്റെ മലക്കിതാ ഇറങ്ങി വന്നുകൊണ്ട് ഒരു ദിവസം ഒരു വലിയ ഒരു ഏട് തയ്യാറാക്കി പോവുകയാ കാട്ടിലൂടെ. അന്ന് ഇബ്രാഹിമിനും അധികം കാട്ടിലൂടെ നടക്കുന്നുണ്ട്. ഞാൻ പാടുന്നില്ല, സമയം കുറവായത് കൊണ്ട് ചരിത്രം അങ്ങോട്ട് പറഞ്ഞു പോവാ. അങ്ങനെ നടക്കുമ്പോ ഇബ്രാഹിമിനും അധികം പിന്നാലെ ഇങ്ങനെ പമ്മി ചെന്നുകൊണ്ട് ആ വന്ന മനുഷ്യനോട് ചോദിക്കുന്നു, മനുഷ്യകോലത്തിൽ വന്നതിന് മലക്കാണ്, നിങ്ങൾ ആരാ? അദ്ദേഹം പറഞ്ഞു, അള്ള എന്നെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയ അതേ മലക്കാൻ. എന്താ നിങ്ങളുടെ ഡ്യൂട്ടി? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പേര് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ അള്ളാഹ് അയച്ചതാ. ഇത് പറഞ്ഞ് കാട്ടിലൂടെ അള്ളാഹിന്റെ മലക്ക് ഇങ്ങനെ നടക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന് പറയുന്ന ഈ വലിയ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട മലക്കേ, അള്ളാഹിന്റെ ഔലിയാക്കന്മാരുടെ പട്ടിക, ആ പേര് തയ്യാറാക്കുന്ന ആ പേപ്പറിന്റെ അവസാനത്തെ ഭാഗത്തെങ്കിലും ഈ പാവിയായ, ഈ തെമ്മാടിയായ, ഈ തോന്നിവാസിയായ കുറെ കാലങ്ങളോളം മധുര 17, 18, 19 വയസ്സ് പ്രായമുള്ള തരുണിമാരുടെ താലോലമേറ്റുകൊണ്ട് നൃത്തച്ചവിട്ടിന് താളം പിടിച്ചുകൊണ്ട് 7 കെട്ടിടത്തിന്റെ മുകളിൽ 7 ബെഡുകളുടെ മുകളിൽ കിടന്നുറങ്ങിയ അതേ ദുനിയാവിനെ പിടിച്ച് കുലുക്കുന്ന ചെങ്കോരേന്തിയ അതേ കണ്ണഞ്ചിപ്പിക്കുന്ന ആ സ്വർണ്ണ കസാരയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ബൽഹയുടെ കനക കൊട്ടാരത്തെ കിടിലം കൊള്ളിച്ച ഈ പാവിയായ ഇബ്രാഹിമിനെ അടിയിലൊന്ന് ചേർക്കുമോ, അടിയിലൊന്ന് എഴുതുമോ? ഔലിയാക്കന്മാരുടെ സ്ഥലത്ത് എഴുതണ്ട, ഒന്ന് മാറ്റി എഴുതിയാൽ മതി തങ്ങളെ. അവിടെ നിന്ന് ചോദിക്കുകയാ, നിങ്ങളുടെ പേരെന്താ? അവിടെ നിന്ന് പറയുന്നു, എന്റെ പേര് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നാണ്.
അങ്ങനെ ആ മലക്ക് പറയുന്നു, ഇതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന പേര് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. വായിക്കുമ്പോ കാണാം റഈസുസ് സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം. മാഷാ അല്ലാഹ്, ഇതിന്റെ ഔലിയാക്കന്മാരുടെ നേതാവായിട്ട് നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങി. ഗൾഫിൽ നിന്നൊക്കെ വരാതെ കിടക്കുന്ന ആളുകൾ വരുമ്പോ ചിലപ്പോ പൊട്ടിക്കരയുന്ന പെങ്ങന്മാരുണ്ടല്ലേ. പൊട്ടിക്കരയുന്നത് രണ്ടു കോലത്തിലുണ്ട്. പണ്ടൊക്കെ വന്ന സന്തോഷത്തിൽ കരയും, ഇപ്പൊ വന്ന ദുഃഖം കൊണ്ടും കരയാറുണ്ട്. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. പറയുമ്പോ ഗൾഫിൽ നമ്മുടെ സഹോദരന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അല്പം ആശ്വാസമുണ്ട്. അള്ളാഹുവേ, ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ ഇതാ അദ്ദേഹം മക്കയിലേക്ക് പോവുകയാണ്, ഇബ്രാഹിമിന് അദ്ഹം. അങ്ങനെ മക്കയിൽ തന്നെ കുറെ നാൾ ജീവിച്ചു. ആ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആ പോകുന്ന വഴിയിലോ അതേ നേരത്തെ വന്നത് ആരാണ്? ഖിദ്ർ നബി. രണ്ടാമത് വന്നത് ഇല്യാസ് നബിയാണ്. അതേ അമ്പരപ്പിക്കുന്ന ഒരു വില്ലനെ പോലെ, ഒരു മല്ലനെ പോലെ, ഒരു യക്ഷിയെ പോലുള്ള ഒരു ആളിതാ വീണ്ടും നേരേക്ക് വരികയാണ്. അത് ആരാണെന്നല്ലേ ഒന്ന് ശ്രദ്ധിക്കുക. അന്നേരം മഹാഖന്നാസ് ഒരു ശൈഖിൻ സ്വഭാവത്തിൽ അടുത്ത് യാ ഇബ്രാഹിം ഉനൈതാനേ, വാഴ്വും അധിക ഭംഗിയും പദവി പൊങ്ങിയ തഖ്താനേ, അവസുഖ അടവെ പിടയ തടി കഠിന നടപടി അറിന്താനേ. തിന്നാൻ ഭക്ഷണം മറ്റും ഉനൈവക്കല്ലിലയല്ലോ, തിടുങ്ങാൻ കാര്യം എന്തിത്തരമാനേ. ഹിന്ദേ തികരിപ്പുറമിലെ കടപ്പൻ പരമാനേ, ഭയപ്പെടുത്തിടുവാൻ കൊടിയവനുടയനോടി വരുമാനേ. അങ്ങനെ അതേ ബഹുമാനപ്പെട്ട വലിയന്റെ സമീപത്തേക്ക് ഈ വന്നയാള് വന്നുകൊണ്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ ഇങ്ങനെ പമ്മി നിന്നു. മാത്രമല്ല വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തേ എവിടെയാ പോകുന്നേ? പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ കാണാൻ പോവാ. ആഹാ, നിങ്ങൾ വലിയ ഭരണം നടത്തിയ ആളാണല്ലോ. അതെ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾക്ക് എന്ത് പറ്റി? ആ കിരീടവും വലിച്ചെറിഞ്ഞുകൊണ്ട് സൗന്ദര്യവതികളായ പെൺകുട്ടികളെ അതേ ഒറ്റക്കാക്കിയിട്ട് കൊട്ടാരം വിട്ടുകൊണ്ട് കരിമ്പടം തിരിച്ച് ഈ കാണുന്ന മലഞ്ചെരുവിലേക്ക് ഭക്ഷണമില്ലാതെ, പാനീയമില്ലാതെ, പണമില്ലാതെ, വസ്ത്രമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ യാത്ര ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ആരാണ്? നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളെ ആരാണ് ഇത് പ്രേരിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോ ആരായിരിക്കണം സഹോദര അത്? ഇബ്രാഹിം നബിയെ അക്കോലത്തിൽ നന്നാക്കാൻ ശ്രമിക്കുന്ന ആൾ ആരായിരിക്കണം? ആരായിരിക്കണം ആചാര്യ? അതെ, നമുക്ക് നോക്കാതെ ആരാണെന്ന്. ആരാന്നറിയോത്? ആനവർ തരിത്തപ്പോൾ ഇബ്ലീസ് എന്നുറപ്പായ അകം തന്നിലെ കരുതി ചരമാനെ വിട്ട് അനകടക്കുമെ മയിലിടക്കൊരു ഹസാറാനെ റകഅത്തൈ അളവിൽ തൊഴുകുമെന്നളകർ മോളിപ്പടി നമാസാനെ നമാസാനെ മാനീദർ തൊഴുത് 12 വത്സരമന്റെ വാദിയിൽ പൊറുത്തെന്നു മൊളിന്താനെ ഹക്കൻ വളർമമൂത്തൊലിയിലെ കടുത്തിനെ തലം താനെ ഇത് വിധം അധിക മധുക അധീനതരെ ഉരയിത്താനെ ഉരയിത്താനെ. അത് മറ്റാരുമല്ല, അതാണ് നമ്മയൊക്കെ പിഴപ്പിക്കുന്ന കിടത്തത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും മോത്തിലും നിസ്കാരത്തിലും പിഴപ്പിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നഹൂലക്കും അദുവ്വും മുബീൻ, ജന്മനാ ശത്രുവാകുന്ന ഡ്യൂപ്ലിക്കറ്റ് മനുഷ്യൻ.
ലഅനത്താക്കപ്പെട്ട പിശാച്, ഉറക്കെ പറഞ്ഞോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പടച്ചോനെ, ഇബ്ലീസ് ആണല്ലോ എന്റെ സമീപത്തേക്ക് വന്നത്. ഇത് മനസ്സിലാക്കിയ ഇബ്രാഹിമിനു അദ്ഹം അവിടെ വെച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കുകയാ, എന്നെ പിഴപ്പിക്കാൻ വേണ്ടി വന്ന ഇബ്ലീസിനെ ഞാൻ ഒരു നോക്ക് കണ്ടെങ്കില് ഞാൻ ഇതാ യാത്ര ചെയ്യുന്ന ഈ യാത്രയില് ഓരോ മൈൽ യാത്രയുടെ ഇടയില് 1000 റക്അത്ത് വീതം നിസ്കരിക്കും. വല്ലാഹി ബില്ലാഹി തല്ലാ, അല്ലാഹുവെ തന്നെ സത്യം. അങ്ങനെ 1 മൈൽ അങ്ങോട്ട് നടന്നാൽ, 1 മൈൽ എന്ന് പറഞ്ഞ 1 കിലോമീറ്ററും അതാണ്ട് 1/2 കിലോമീറ്ററിന്റെ അടുത്ത് വരും. 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ 1000 റക്അത്ത് നിസ്കരിക്കുകയാ. അടുത്ത 1.5 മൈൽ യാത്ര, 1.5 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോ 1000 റക്അത്ത് നിസ്കരിക്കുകയാ. സുബ്ഹി നിസ്കാരം ഖളാ ആക്കുന്ന പെങ്ങളെ, അതേ സഹോദരാ, നമ്മളല്ലേ ഈ ചരിത്രം കേൾക്കുന്നത്. അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ യാത്ര തുടർന്നത് എത്രയാ? പൊത്തിലിരുന്നത് 9 കൊല്ലമാണെങ്കിൽ ഓരോ മൈലുകളുടെ ഇടയിൽ 1000 റക്അത്ത് വീതം നിസ്കരിച്ചത് 12 കൊല്ലമാ. 12 കൊല്ലമാ. അങ്ങനത്തെ ഒരു അത്ഭുത ചക്രവർത്തിയാ ഖിളിർ നബിയെ കണ്ടയാള്. ഇനി ഒരു കാര്യമുണ്ട്, നമുക്ക് ആ കൊട്ടാരത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഇബ്രാഹിമിനു അദ്ഹം, ആ ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ട് വരുമ്പോ അവിടെ ഭാര്യയുണ്ട്, അതുപോലെ കുട്ടിയുണ്ട്, പ്രജകളുണ്ട്. എന്താണ് അവിടുത്തെ ഹാല്? സുബ്ഹാനല്ലാഹ്. ആ ഭാര്യ ഒറ്റക്കാക്കിട്ട് പോകാൻ പറ്റുമോ? ആ കുട്ടിയെ ഒരു അനാഥയാക്കാൻ പറ്റുമോ? ആ കൊട്ടാരത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് അത് നാളെ പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, ഒരു 3 സ്വലാത്ത് ഉറക്കെ ചെല്ലുക. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. സയ്യിദായ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാ. ആ മഹാനായ വലിയന്റെ നോട്ടം ഞങ്ങൾക്ക്, ഞങ്ങളുടെ അഖിലുകാർക്ക് മരണം വരെ നൽകണേ അല്ലാ. വിഷമങ്ങൾ മാറ്റണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരുടെയും ഞങ്ങളുടെ അഖിലുകാരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അത് ശിഫയാകാൻ ഒരു കാരണമാക്കി ആ മഹാനായ വലിയന്റെ മദ്ഹ് ഞങ്ങൾ സംസാരിച്ചത് മാറ്റണേ അല്ലാ. ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ അഖിലുകാർക്ക്, ഞങ്ങളുടെ വാപ്പ ഉമ്മമാർക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകണേ അല്ലാ. ഇനിയും ആരോഗ്യത്തോടെ ദീർഘായുസ് നീട്ടിക്കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ തണലിലായി 2 ലോകത്തും നീ ഒരുമിപ്പിക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കളാണ്, അവരെ വിജയിപ്പിക്കണേ റഹ്മാനേ. ഭാവിയുള്ള മക്കളാക്കണേ അല്ലാ. 2 ലോകത്തും കൈപിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന മക്കളാക്കണേ അല്ലാ. നാളെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് പോകാനും ഞങ്ങളെ കൊണ്ട് അവർക്ക് പോകാനും നീ തൗഫീക്ക് നൽകണേ റബ്ബേ. തൗഫീക്ക് നൽകണേ റബ്ബേ. വിവാഹ പ്രായമെത്തിയ ഒരുപാട് പെൺകുട്ടികൾ ഉള്ള വാപ്പമാർ ഇവിടെയുണ്ട് അല്ലാ. ഒന്നും കണ്ടിട്ടില്ല, സമ്പാദ്യം കണ്ടിട്ടില്ല, സ്വത്ത് കണ്ടിട്ടില്ല, എല്ലാം നിന്റെ ഖജനാവിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് റബ്ബേ. അനുയോജ്യമായ സാലിഹീങ്ങളായ പാരത്രിക ലോകത്ത് കുടുംബം രക്ഷപ്പെടുന്ന ഇണകളെ കൊടുക്കണേ അല്ലാ. ആ സ്വർണം നൽകിയ പെണ്ണുങ്ങളെ ഞങ്ങൾ മറക്കുന്നില്ല, സംഭാവന നൽകിയ ആണുങ്ങളെ മറക്കുന്നില്ല അല്ലാഹുവേ. അവരെ കൈയൊഴിക്കല്ലേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കടേ അല്ലാ. പ്രയാസങ്ങളിൽ കൊടുക്കല്ലേ അല്ലാ. എല്ലാവിധ ബിസിനസ്സുകളിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മരണം വരെയും ദീന് പറയാനും പഠിക്കാനും അതിലേറെ പ്രവൃത്തിയിൽ കൊണ്ടുവരാനും സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിലുള്ളവരുടെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. ഹാസിലാക്കണേ റഹ്മാനെ. ഹാസിലാക്കണേ റഹ്മാനെ.